ഹേയ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി പഠിക്കാം. നമുക്കറിയാം, കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ് പ്ലസ് എൻഫോഴ്സിബിലിറ്റി ആണ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ഫസ്റ്റ് പാർട്സ്, അതിൽ നമ്മൾ കോൺട്രാക്റ്റും എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്ട്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി സെക്ഷൻ 124 മുതൽ നമ്മൾ സ്പെഷ്യൽ കോൺട്രാക്ട്സ് ആണ് പഠിക്കുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത് സെക്ഷൻ 124 കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആണ്. ഇതൊരു സ്പീഷീസ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. സെക്ഷൻ 124 കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയുടെ ഡെഫിനിഷനാണ് പറയുന്നത്. അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എ കോൺട്രാക്ട് ബൈ വിച്ച് വൺ പാർട്ടി പ്രോമിസസ് ടു the another party from the loss caused by the conduct of the promiser himself or by the conduct of any other person എന്നാണ്. അതായത് അതിൽ one party is promising the another party the against any loss which is caused by the promiser or by the conduct of any other person. ഇതാണ് സെക്ഷൻ 124 ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് ഇൻഡെംനിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റ് എല്ലാം കാണാൻ കഴിയും. അതായത് കോമ്പിറ്റൻസി വേണം. അതായത് the person who is entering into a promise or the promiser or indemnifier, we can say. Indemnifier should be competent to contract. ഇൻഡെംനിഫൈഡിന് കോമ്പിറ്റൻസി വേണമെന്നില്ല. അതായത് പ്രോമിസിക്ക് കോമ്പിറ്റൻസി വേണമെന്നില്ല. ഇൻഡെംനിഫൈഡ് ക്യാൻ ബി എ മൈനർ ഓർ ലുനാറ്റിക്, മൈനറായിട്ടുള്ള ഒരാൾ. അപ്പോൾ അവിടെ കോമ്പിറ്റൻസി ഇൻഡെംനിഫൈഡിന് ആപ്ലിക്കബിൾ അല്ല. പക്ഷേ ഇൻഡെംനിഫയർ പ്രോമിസ് ചെയ്യുന്ന ആൾ കോമ്പിറ്റൻ്റ് ആയിരിക്കണം ആ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട്. രണ്ടാമതായിട്ട് ഒരു ലോഫുൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ഒരു ലോഫുൾ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കണം. പിന്നെ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ആയിരിക്കരുത് വോയിഡായിട്ട്. അപ്പം ഇതെല്ലാം കൺസെൻസസ് ഓഫ് മൈൻഡും വേണം. അപ്പോൾ ഈ 4 എലിമെൻറ്റ്സ് ഓഫ് കോൺട്രാക്റ്റും ഈ കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റിയിൽ ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്കൊരു ഫേമസ് കേസുണ്ട്, 1970s കേസാണ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഒറീസ എന്ന് പറയുന്ന കേസ്. അതിൽ പറഞ്ഞു, ഈ ലോസ് ഇപ്പം ഇൻഡെംനിഫയർ പറയുന്നത് എനി കൈൻഡ് ഓഫ് ലോസിനെ ഇൻഡെംനിഫൈ ചെയ്യാമെന്നല്ലേ. അപ്പം ഈ ലോസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് ലോസും ആയിരിക്കാം. ഇപ്പം പ്രോമിസർ ഉണ്ടാക്കുന്ന ലോസ് മാത്രമല്ല, എന്ത് ടൈപ്പ് ഓഫ് ലോസും ഇൻഡെംനിഫൈ ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ നമുക്ക് കോൺട്രാക്റ്റ് ഓഫ് ഇൻഡെംനിറ്റി ആയിട്ട് കരുതാവുന്നതാണ്. അതാണ് ഈ യുണൈറ്റഡ് ഇന്ത്യൻ ഇൻഷുറൻസിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ സെക്ഷൻ 125 പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈറ്റ്സ് ഓഫ് ഇൻഡെംനിറ്റി ഹോൾഡറാണ്. അപ്പം ഒരു ഇൻഡെംനിഫയർ ഇൻഡെംനിറ്റി കൊടുക്കുവാണല്ലോ മറ്റേ ആൾക്ക്, പ്രോമിസറിന്. അപ്പം ഇൻഡെംനിറ്റി ഹോൾഡറിന് സർട്ടൺ റൈറ്റ്സ് ഉണ്ട്. അതായത് ഇൻഡെംനിഫയർ പറയുവാണ്, നിങ്ങളുടെ എല്ലാ ലോസും ഞാൻ എടുത്തോളാം എന്നാണല്ലോ പറയുന്നത്. അതിൻ്റെ ബേസിൽ ഇയാൾ വർക്ക് ചെയ്യുകയും അയാൾക്ക് ലോസ് സംഭവിക്കുകയും ചെയ്യുവാണെങ്കിൽ ആ ലോസ് ഇൻഡെംനിഫൈ ചെയ്യാനുള്ള ആ ഒരു ഒബ്ലിഗേഷൻ ഇൻഡെംനിഫയർ, പ്രോമിസർ, ആരാണോ പ്രോമിസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് കമ്പനി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ട്. അത് ഒരു ഫേമസ് കേസുണ്ട്, ജിലിപ്പൈ ബാസ് വേഴ്സസ് റോയ് പോക്ലസ് എന്ന് പറയുന്ന ഒരു കേസാണ്. അതൊരു ഇംഗ്ലീഷ് കേസാണെന്ന് തോന്നുന്നു. അതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ ഒരു ഏജൻ്റാണ്. എ ഒരു ബി എന്ന് പറയുന്ന ഒരു കാരിയർ കമ്പനിയെ അപ്രോച്ച് ചെയ്യും. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാരിയേഴ്സ് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ബിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു കാരിയർ ഹയറിംഗ് പോളിസി ഉണ്ട്. അതായത് ഏത് കമ്പനിയാണോ അവരുടെ കാരിയേഴ്സ് ഹയർ ചെയ്യുന്നത് അവർ ഇൻഷുറൻസും കൂടെ കൊടുക്കണം. അതായത് ആ ഒരു കാരിയർ യൂസ് ചെയ്യുന്ന വഴി, അതായത് ഡ്രൈവർ ആയിരിക്കുമല്ലോ ആ കാരിയർ യൂസ് ചെയ്യുന്നത്, അതുവഴി ആർക്കെങ്കിലും എന്തെങ്കിലും ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹയർ ചെയ്യുന്ന ആ ഒരു കമ്പനി അത് ബെയർ ചെയ്യണമെന്നുള്ള ഒരു ക്ലോസ് ഉണ്ട് അവർക്ക്. അപ്പോൾ അത് പ്രകാരം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാരിയർ ഹയർ ചെയ്തിട്ട് എയുടെ ഡ്രൈവർ അത്
ഓടിച്ചപ്പം സി എന്ന് പറഞ്ഞൊരു വാച്ച് ഏജൻസിക്ക് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു വർക്ക് പെർഫോം ചെയ്തത്. ആ വർക്ക് പെർഫോം ചെയ്ത സമയത്ത് സിയുടെ വാച്ചസിന് കുറേ ഡാമേജസ് പറ്റി. അപ്പോൾ സി എന്ത് ചെയ്തു, ബിനെ സ്യൂ ചെയ്തു, കാരിയറിനെതിരായിട്ട് സ്യൂ ചെയ്തു. അപ്പോൾ ബി അവർക്ക് ആ ക്യാഷ് സെറ്റിൽ ചെയ്തു. അറ്റ് ദ സെയിം ടൈം ബിക്ക് എയുടെ നിന്ന് ഇൻഡംനിഫൈ ചെയ്യാം. കാരണം എ അങ്ങനെ ഒരു പോളിസി എഴുതി കൊടുത്തിട്ടുണ്ട്, പോരെങ്കിൽ അവിടെ ഒരു ഇൻഡംനിറ്റി ക്ലോസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിക്ക് എയുടെ നിന്ന് ആ എമൗണ്ട് റിക്കവർ ചെയ്യാമെന്ന് ഈ കേസിൽ കോടതി പറഞ്ഞു. അപ്പോൾ ഇതാണ് കോൺട്രാക്റ്റ് ഇൻഡംനിറ്റി. ചെറിയൊരു കോൺട്രാക്റ്റാണ്, സ്പീഷ്യസ് ഓഫ് കോൺട്രാക്റ്റ്. അതിൽ 2 സെക്ഷനേ മെയിനായിട്ടുള്ളൂ, 124ഉം 125ഉം. 124 പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഇൻഡംനിറ്റി ആണ്. 125 പറയുന്നത് റൈറ്റ്സ് ഓഫ് ഇൻഡംനിറ്റി ഹോൾഡറാണ്. ഇൻഡംനിറ്റിയിൽ കോൺട്രാക്ട് ഓഫ് ഇൻഡംനിറ്റിയിൽ ഓർക്കേണ്ട 2 പേരുകൾ ഇൻഡംനിഫയറും ഇൻഡംനിഫൈഡും. ഇൻഡംനിഫയർ എന്ന് പറയുന്നത് പ്രോമിസറും ഇൻഡംനിറ്റിഫൈഡ് എന്ന് പറയുന്നത് പ്രോമിസിയും.